ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 96-ാം ഖണ്ഡികയിൽ വിവാദം. വിവരാവകാശ കമ്മീഷണർ ഒഴിവാക്കിയ 96-ാം ഖണ്ഡിക പുറത്തു വന്ന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടു. ഇതിനുശേഷമുള്ള പേജുകൾ പക്ഷേ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ പീഡനം നടത്തിയ ഉന്നതരുടെ വിവരങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഈ ഖണ്ഡിക പുറത്തു വന്നതോടെ ഉന്നതർക്കെതിരായ പരാമർശങ്ങൾ ഒളിച്ചുവെക്കാനുള്ള നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതിൽ കൂടുതൽ ഭാഗങ്ങളിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും നീക്കം ചെയ്യാമെന്ന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവും പുറത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിപ്പടരുകയാണ്. സ്വകാര്യതയെ ഹനിക്കുന്ന ഉള്ളടക്കങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിനിടെ ചില സുപ്രധാന സൂചനകൾ നൽകുന്ന ഭാഗങ്ങൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടതാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. റിപ്പോർട്ടിലെ 96-ാം ഖണ്ഡികയാണ് ഇപ്പോൾ കത്തിപ്പിടിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 21 ഖണ്ഡികകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷണർ നൽകിയ ഉത്തരവ്. ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ഡികകൾ നീക്കം ചെയ്യുമെന്ന് സ്പഷ്ടമാക്കി അപേക്ഷകർക്ക് കത്തും നൽകിയിരുന്നു. ആ കത്തിൽ 49-ാം പേജിലെ 96-ാം ഖണ്ഡികയും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 48-ാം പേജിൽ 96-ാം ഖണ്ഡിക ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഖണ്ഡികയിലാണ് പീഡനം നടത്തിയവരിൽ ഉന്നതരുമുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. ഇതിനുശേഷമുള്ള പേജുകൾ നീക്കാൻ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നുമില്ല. പുറത്തുവന്ന റിപ്പോർട്ടിൽ വിലക്കില്ലാത്ത 49 മുതൽ 53 വരെയുള്ള പേജുകൾ കൂടി ഒഴിവാക്കിയിരിക്കുന്നു. ഈ പേജുകൾ ആരുടെ താൽപ്പര്യത്തിലാണ് നീക്കം ചെയ്തതെന്നാണ് ചോദ്യമുയരുന്നത്. ഉന്നതരുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന 96-ാം ഖണ്ഡികയുടെ തുടർച്ചയിൽ അതാരൊക്കെയെന്ന് വ്യക്തമാക്കുന്നത് കൊണ്ടാണ് സർക്കാർ ഈ പേജുകൾ നീക്കം ചെയ്തതെന്നാണ് ആരോപണം. ഉന്നതരുടെ സൂചനയുള്ള മുഴുവൻ ഭാഗവും നീക്കാനുള്ള ശ്രമത്തിനിടയിൽ 96-ാം ഖണ്ഡിക അബദ്ധത്തിൽ പെട്ടുപോയി എന്നാണ് കരുതുന്നത്. മുൻകൂട്ടി അറിയിച്ചതിലും കൂടുതൽ പേജുകൾ നീക്കാനുള്ള അധികാരം വിവരാവകാശ ഓഫീസർക്കുണ്ടെന്ന് വ്യക്തമാകുന്ന മറ്റൊരു രേഖയും പുറത്തു വന്നിട്ടുണ്ട്. അറിയിപ്പിൽ പറഞ്ഞതിനും അപ്പുറം കൂടുതൽ സ്ഥലത്ത് സ്വകാര്യത ഹനിക്കുന്ന വിവരമുണ്ടെങ്കിൽ അതും നീക്കം ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് വിവരാവകാശ കമ്മീഷണറുടെ ഈ ഉത്തരവിലുള്ളത്. ഏതായാലും അധികമായി പേജുകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാർ സമ്മർദ്ദത്തിലാണ്. CPM നേതാക്കളുടെ പ്രതികരണത്തിലും ആശയക്കുഴപ്പം വ്യക്തമാണ്. ഇത് റെയിലിന്റെ മുകളിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് 3 ദിവസം മുമ്പേ തന്നെ ഞാൻ ഇത് പറഞ്ഞതാണ്. മുഴുവൻ റിപ്പോർട്ടും കോടതിയുടെ മുൻപിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതപ്പോൾ പരിശോധിക്കാൻ കഴിയില്ല, നമ്മുടെ മുൻപിലില്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയൊക്കെ വിശദീകരിച്ചാണ്. ഇപ്പോൾ വേറൊന്നും ഇപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനില്ല. കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ വിഷയം വന്നിരിക്കുന്നു. ആ വിശദീകരിച്ചതിനപ്പുറം പ്രത്യേകിച്ച് ഇനി ഒന്നും ഈ കാര്യത്തിൽ നമുക്ക് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് സർക്കാർ തയ്യാറാകാത്തത് CPMന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കും തിരിച്ചടിയായി. സിനിമാ മേഖലയിലെ CPM അനുഭാവികളും സർക്കാരിന്റെ നിലപാടിൽ അതൃപ്തരാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.